ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ ആക്ച്വലി ഒരു 3-4 ദിവസമായി ട്രിവാൻഡ്രത്ത് വന്നിട്ട്. പക്ഷേ ഇന്ന് വളരെ ഞങ്ങളുടെ എല്ലാ വർഷത്തിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ്. പക്ഷേ 2 ദിവസത്തെ ഉത്സവമുള്ളൂ. പക്ഷേ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു നല്ല ഉത്സവമാണ് കേട്ടോ അത്. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, എങ്കിലും എല്ലാവരും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, ഒരു സന്തോഷം. ചേങ്കോട്ടുകുണത്താണ് നമ്മുടെ ഈ അമ്പലം. അപ്പോൾ നമ്മൾ രാവിലെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളെല്ലാം പുറകെ കാണാം കേട്ടോ. ഓക്കെ, റെഡിയായി. അനിയൻകുട്ടൻ ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. ദേവൂട്ടി ഇവിടെ ഒരുങ്ങി നിൽപ്പുണ്ട്. നമ്മൾ രാവിലെ പോകുമെന്ന് വിചാരിച്ചിട്ടേ ഇപ്പോൾ 7 മണിയാവാറ്. ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രിയല്ല, വെളുപ്പിനാണെന്ന് തോന്നുന്നത് നല്ല ഒരു മഴ പെയ്തു. ഞാൻ ഇന്നലെ രാത്രി വന്ന് കഷ്ടപ്പെട്ട് അലക്കിയിട്ട് എൻ്റെ തുണികളെല്ലാം നനഞ്ഞുപോയി. നല്ല മഴയായിരുന്നു രാവിലെ. ഇവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. നമ്മൾ എറണാകുളത്ത് നല്ല ചൂടാണെങ്കിൽ ഇവിടെ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഭയങ്കര ചൂടായിട്ടൊന്നും തോന്നണില്ല. വളരെ നല്ല കാലാവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, ആരാട്ടാ അത്? നമ്മുടെ അമ്പലത്തിലേക്കുള്ള വഴിയാണേ. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിനോട് ചേർന്ന് നമുക്കൊരു കുഞ്ഞു വീടുണ്ട് കേട്ടോ. അത് ശരിക്കും കുടുംബ വീട് പോലെയാണ്. ഈ കാണുന്ന മാമൻ്റെ വീടാണിത്. അപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു ദിവസം ഉത്സവത്തിന് എല്ലാവരും ഫാമിലി എല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സ്ഥലം അകത്ത് കുറവാണ്. കാരണം ഒരു ബെഡ്റൂമും ഒരു ചെറിയൊരു അടുക്കളയും ഒരു ഹാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിലും ഉള്ള സൗകര്യത്തിൽ എല്ലാവരും കൂടെ ഒരു വർഷം വന്ന് നമ്മളവിടെ കൂടാറുണ്ട് കേട്ടോ. അതൊരു സന്തോഷം. രാവിലത്തെ പൂജകളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നടയടച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല തലവേദനയായിരുന്നു എനിക്ക്. വെയിലിൻ്റെയും ഈ ചൂടിൻ്റെയൊക്കെ ആണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് രാത്രി പുഷ്പാഭിഷേകം ഉണ്ട് ദേവിക്ക്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂവെല്ലാം കൊണ്ടുവന്നിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ പൂവൊക്കെ ഇറുത്തിട്ടു. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ഫുൾ പിക്ചർ എന്ന് പറയുന്നത്, ഒരു ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞമ്പലമാണ്, കുടുംബക്ഷേത്രമാണ്. പക്ഷേ ശരിക്കും ഒരു കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. ഭയങ്കര ബഹളമോ ഒന്നുമില്ല. ശരിക്കും ഗ്രാമത്തിലെ പോലെ ഉള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ.
പുറകിൽ നിന്ന് കൊട്ടുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ. അവന് ക്യാമറയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രണ്ടിലേക്ക് വരാൻ. അപ്പോൾ അവനെ മനഃപൂർവ്വം ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാമറയായിട്ട് അമ്പലത്തിനകത്ത് വന്നിട്ട് അവനെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. ഇതെന്റെ മോള്, എന്റെ ചേട്ടന്റെ പുത്രി, ആ പുത്രിയുടെ മോൻ, ചേച്ചി, എന്റെ ചേട്ടൻ. ഇതെന്റെ ഭാര്യ. എന്തോ ബ്രൈറ്റ്നസ്. അങ്ങനെ അമ്പലത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടിയിരിക്കുവാണേ. അപ്പോൾ എല്ലാവർക്കും കൂടെ അകത്തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ പേരൊക്കെ പുറത്തിരിപ്പുണ്ട്, കുറേ പേര് അകത്തിരിപ്പുണ്ട്. ഇങ്ങനെ സെക്ഷൻ തിരിഞ്ഞിരുന്നിട്ടുള്ള വർത്തമാനമാണ്. എന്തായാലും ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞു, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ പിരിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വെളുപ്പിന് തന്നെ എറണാകുളത്തേക്ക് പോകുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേട്ടനുണ്ടായിരുന്നു. നല്ല ടയേർഡായിരുന്നു. വഴിയിൽ കുറേ സ്ഥലത്ത് വണ്ടി നിർത്തി ഒന്ന് 10 മിനിറ്റ് ഉറങ്ങി, പിന്നെ എഴുന്നേറ്റ് മുഖം കഴുകി, അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളം വരെ എത്തിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അറ്റ് ലാസ്റ്റ് എറണാകുളം എത്തി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.